നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം വിളംബരമായി. നെയ്തിലക്കാവിലമ്മയുടെ തിടമ്പേറ്റി ഗജവീരൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നതോടെ നഗരം പൂരലഹരിയിലായി. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം നാളെ. തൃശൂർ പൂരം നടക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും നാളെ രാവിലെ 6 മണി മുതൽ ബുധനാഴ്ച പകൽപൂരം കഴിയുന്നതുവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. സ്വരാജ് റൌണ്ടിൽ പൂരം അവസാനിക്കുന്നതുവരെ യാതൊരുവിധ വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല. പൂരം തത്സമയ സംപ്രേഷണത്തിന് TCV സജ്ജം. നാളെ രാവിലെ 6 മണി മുതൽ TCVയുടെ തത്സമയ സംപ്രേഷണം ആരംഭിക്കും. TCVയുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് അക്കൗണ്ടുകളിലൂടെയും പ്രേക്ഷകർക്ക് പൂരം തത്സമയം കാണാനാകും. തൃശൂർ പൂരത്തിന് 4000 പോലീസ് ഉദ്യോഗസ്ഥരുടെ വിപുലമായ സുരക്ഷാ സന്നാഹം. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ NDRF, തണ്ടർ ബോൾട്ട്, കമാൻഡോസ് എന്നിവരുടെ സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് ബൈക്ക് യാത്രക്കാരായ യുവാക്കളെ തടഞ്ഞു നിർത്തി ആക്രമിച്ചു. അഴീക്കോട് പള്ളിപ്പറമ്പിൽ സിജാസ്, പണിക്കശ്ശേരി അനൽ കൃഷ്ണ എന്നിവരാണ് ആക്രമണത്തിനിരയായത്. തിരുവിലാമല തീണ്ടാപ്പാറ അയ്യപ്പൻകാവിലെ ആൽമരത്തിന്റെ 100 വർഷത്തിലധികം പഴക്കമുള്ള ആൽമരത്തിന്റെ ശാഖകൾ ഒടിഞ്ഞു വീണു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പട്ടിപ്പറമ്പ് മലേശമംഗലം റോഡിലേക്ക് ആൽമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണത്. എരുമപ്പെട്ടി പഴുവൂർ റോഡിന് സമീപം ബൈക്കിൽ നിന്നും വീണ് യാത്രക്കാരന് പരിക്കേറ്റു. പഴുവൂർ സ്വദേശി അമ്പാടിയിൽ വീട്ടിൽ ജയരാജനാണ് പരിക്കേറ്റത്. അയ്യന്തോളിൽ നിയമവിരുദ്ധമായി ആരംഭിച്ച കള്ളുഷാപ്പ് അടച്ചുപൂട്ടണമെന്ന് അയ്യന്തോൾ അശോക് നഗർ റെസിഡൻസ് അസോസിയേഷന്റെയും കൽഹാര അപ്പാർട്ട്മെന്റ് റെസിഡൻസ് അസോസിയേഷന്റെയും സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. അശോക് നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഘുനാഥ് കഴുങ്കിൽ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് ഓഫീസിനടുത്ത് പറമ്പിലെ കിണറ്റിൽ വീണയാളെ അതിസാഹസികമായി പഴയന്നൂർ പോലീസ് രക്ഷപ്പെടുത്തി. സുഹൃത്തുക്കളായ രാജേഷും രാജേന്ദ്രനും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴിയിൽ രാജേഷ് ആൾമറയില്ലാത്ത കിണറ്റിൽ വീണത്. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ മേടമാസത്തിലെ ആയില്യം പൂജ ഭക്തിസാന്ദ്രമായി. മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. LDF സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി കൊടകര പഞ്ചായത്ത് തല കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPM ചാലക്കുടി മണ്ഡലം കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR സുമേഷ് ഉദ്ഘാടനം ചെയ്തു. PKS വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി പഠന ക്യാമ്പും അംബേദ്കർ ജയന്തി സെമിനാറും സംഘടിപ്പിച്ചു. PKS സംസ്ഥാന കമ്മിറ്റി അംഗം KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷങ്ങൾ ഭക്തിനിർഭരമായി. ദിവ്യബലിക്ക് ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊടകര കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണം ഭക്തിനിർഭരമായി. പ്രദക്ഷിണത്തിന് റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ റെയ്സൻ തട്ടിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 3 മുറി 9 ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചെമ്പോല പൊതിഞ്ഞ് നവീകരിച്ച വട്ടശ്രീ കോവിലിന്റെ സമർപ്പണവും പ്രതിഷ്ഠാദിന ആഘോഷവും നടന്നു. തന്ത്രി ഏറഞ്ഞൂർ മനക്കൽ നാരായണൻ നമ്പൂതിരി, മേൽശാന്തി മഠത്തിൽ ഇല്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ദേശീയ മാധ്യമ പുരസ്കാരം നേടിയ ജിഷ എലിസബത്തിനെ മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, മഹാത്മാ ഭരണസമിതി അംഗം ബിജു ഇസ്മായിൽ, ശശിമംഗലം സിദ്ദിഖ് മാരാത്തുകുന്ന്, വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ടോമി എന്നിവർ പങ്കെടുത്തു. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാച്ചിന്റെ സംഗമം സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ MV രത്നകുമാർ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ GK പള്ളത്ത് സ്മൃതി സംഘടിപ്പിച്ചു. കവി MD രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തിരുവിലാമല പറങ്ങോട്ടുകാവ് താലപ്പൊലിക്ക് കൊടിയേറി. കൊടിയേറ്റത്തിന് ശേഷം 3 ദേശങ്ങളും ഒരുക്കിയ സാമ്പിൾ വെടിക്കെട്ട് നടന്നു. ഈ മാസം 11-നാണ് താലപ്പൊലി. പറമ്പൻതളി മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ ഭഗവതിയുടെ പ്രതിഷ്ഠാദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ നടന്ന പഞ്ചഗവ്യം, നവകം തുടങ്ങിയ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി താമരപ്പുള്ളി കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
തൃശൂർ പൂരത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഓഫീസുകൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ സന്ദർശിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സജീവ് മനില, സെക്രട്ടറി സോളി തോമസ്, കവലക്കാട്ട് ട്രഷറർ ഷൈൻ തറയിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. കൽഹാര അപ്പാർട്ട്മെന്റ് അശോക് നഗർ മേഖലയിലെ കള്ളുഷാപ്പ് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ സംഘം അയ്യന്തോൾ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. സിപിഐ തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സുമേഷ് ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് തയ്യാറാക്കുന്ന പാചകപ്പുര വെഞ്ചരിച്ചു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ആശീർവാദ കർമ്മം നിർവഹിച്ചു. സമൂഹത്തിൽ അധികരിച്ചു വരുന്ന ജീർണതകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ബോധവൽക്കരണം ശക്തമാക്കണമെന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ കയ്പമംഗലം മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ KA അബ്ദുൽ ഹസീബ് മദനി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ 26ാം വാർഷികാഘോഷവും വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചരുവിലിന് സ്വീകരണവും സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് കോൺഗ്രസ് നിയോജക മണ്ഡലം തല നേതൃത്വ പഠന ക്ലാസ് എറിയാട് സംഘടിപ്പിച്ചു. KPCC ഗ്രാമസ്വരാജ് സെമിനാർ സ്റ്റേറ്റ് കോൺസ് ഡയറക്ടർ UV ബാബുരാജ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നിർമ്മാണം പൂർത്തിയായ ശതോത്തര സുവർണ ജൂബിലി സ്മാരക ഓപ്പൺ സ്റ്റേജ് ആശീർവാദം നടന്നു. തീർത്ഥകേന്ദ്രം റക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ജൂബിലി സ്മാരക ഓപ്പൺ സ്റ്റേജ് ഉദ്ഘാടനവും ശിലാഫലക അനാച്ഛാദനവും നിർവഹിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയുടെ നവീകരിച്ച കെട്ടിടം ജനങ്ങൾക്ക് തുറന്നു നൽകി. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പാലപ്പുറം മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി ഉടുക്കുവാദ്യ കലാകാര സംഗമം നടന്നു. 100ഓളം കലാകാരന്മാർ ഉടുക്കുവാദ്യ കലാകാര സംഗമത്തിൽ അണിനിരന്നു. കിള്ളിമംഗലം സെന്റ് ഗിഗറിയോസ് ഓർത്തഡോക്സ് സുറിയാനി ചാപ്പലിലെ പെരുന്നാൾ ആഘോഷിച്ചു. ഫാദർ സിബി തോമസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഴുവിൽ വിശുദ്ധ അന്തോണീസ് തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യപെലിക്ക് തൃശൂർ അതിരൂപത അസിസ്റ്റന്റ് ഫിനാൻസ് ഓഫീസർ ഫാദർ സാജൻ വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചിറക്കൽ കൊറ്റംകോട് റോഡ് ടാറിംഗ് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.